എം പി റഷ്യൻ പ്രസിഡന്റ് വന്നിട്ടേ വലിയ വിരുന്നൊക്കെ നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ ഗാർഗിക്കൊന്നും അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ തരൂർ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അല്ല, നമ്മളെ ലോകരാഷ്ട്ര തലവന്മാർ ഇന്ത്യയിൽ വരുമ്പോൾ ആദ്യം അവർ അന്വേഷിക്കുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടാണ്. രണ്ടാമത് അവരുടെ അന്വേഷണം നെഹ്റു കുടുംബത്തെക്കുറിച്ചാണ്. കാരണം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെയും ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ അറിയാം, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ. കാര്യം ജവഹർലാൽ നെഹ്റു ആണ് ഈ കമ്മ്യൂണിസത്തിനും മുതലാളിത്തത്തിനും എതിരെ ആദ്യമായി ഒരു മൂന്നാം ചേരി ഉണ്ടാക്കിയത്, നോൺ അലൈൻ മൂവ്മെൻറ്റ്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും യുഗോസ്ലാവിയയുടെ പ്രസിഡൻ്റായിരുന്ന മാർഷൽ ടിറ്റോയും ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ആയ നാസറും കൂടിയാണ് ചേരിചേരാ പ്രസ്ഥാനമുണ്ട്. അത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും എതിരെയാണ്. അപ്പോൾ നെഹ്റു കുടുംബത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ഒക്കെ ലോകരാഷ്ട്ര തലവന്മാർ ഇന്ത്യയിൽ വരുമ്പോൾ അന്വേഷിക്കാറുണ്ട്. ആദ്യം മഹാത്മാഗാന്ധി, രണ്ടാമത് നെഹ്റു കുടുംബം. ഇപ്പോൾ ഇന്ത്യക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ ഏതെങ്കിലും ലോകരാഷ്ട്ര തലവന്മാർ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ ഗവൺമെൻറ് ക്ഷണിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെയാണ്. പിന്നെ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്ന് അന്വേഷിച്ച് അദ്ദേഹത്തെയാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ മല്ലികാർജുന ഖാർഗെയാണ്. പക്ഷേ നരേന്ദ്രമോദി എപ്പോഴും വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസ്സിനകത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കാനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനും മുൻഗണന കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ മല്ലികാർജുന ഖാർഗെയെ ക്ഷണിക്കാതെ ശശി തരൂരിനെ ക്ഷണിച്ചത്. അപ്പോൾ ശശി തരൂരിനെ ക്ഷണിക്കുമ്പോൾ അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, ശശി തരൂർ രാഷ്ട്രീയക്കാരനായിരുന്നില്ല. അദ്ദേഹം ബാൻ കി മൂണിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. പരാജയപ്പെട്ട ആളെ ഇവിടെ കൊണ്ടുവന്ന് കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സീറ്റ് കൊടുത്തത്. പാർട്ടിയുടെ ഒരുപാട് നേതാക്കന്മാർ, യോഗ്യതയുള്ളവർ പാർലമെൻറ്റിൽ മത്സരിക്കാൻ കാത്ത് കെട്ടിക്കിടക്കുമ്പോഴാണ് അവരെയൊക്കെ തഴഞ്ഞ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത്. സീറ്റ് കൊടുക്കുക മാത്രമല്ല, അദ്ദേഹത്തിനെ മന്ത്രിയാക്കി. അതിനുശേഷം അദ്ദേഹം നിരന്തരമായി കോൺഗ്രസ് പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനം കൊണ്ട്, UDF പ്രവർത്തകന്മാരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനം കൊണ്ട് ആ MP സ്ഥാനം തുടരുകയാണ്. മാത്രമല്ല, ഇന്ന് പാർലമെൻ്ററി കമ്മിറ്റികൾ ഓരോന്നുണ്ട്. അതിനൊക്കെ ക്യാബിനറ്റ് റാങ്കാണ്. പ്രതിപക്ഷത്തിനാകെ 2-3 കമ്മിറ്റികളേ ഉള്ളൂ. ശ്രീ KC വേണുഗോപാലാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ് ശശി തരൂർ. ഒരു മനുഷ്യന് ഒരു പാർട്ടിയെ കൊണ്ട് ഒരു ജീവിതകാലം നേടാവുന്ന മൊത്തം നേടിയെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിന് അസ്വസ്ഥത? എന്താണ് അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ അസംതൃപ്തി? പറയട്ടെ, അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം മത്സരിച്ചില്ലേ? മത്സരിച്ച് തോറ്റില്ലേ? തോറ്റ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കാനുള്ള വിശാല മനസ്കത ഈ പാർട്ടി കാണിച്ചില്ലേ? പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ചോറിവിടെയും കൂറവിടെയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യ ശത്രു BJP ആണ്, നരേന്ദ്രമോദിയാണ്. ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. അപ്പം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് കേരളത്തിലധികവും. അദ്ദേഹത്തെ ജയിപ്പിച്ചതും മതേതര വിശ്വാസികളാണ്. അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന നടപടികളാണ് ഓരോ ദിവസവും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്വത കാണിക്കേണ്ടതല്ലേ ഈ നേതാവ്? അല്ല, പക്വതയേക്കാൾ കൂടുതൽ ഉണ്ട ചോറിന് നന്ദി കാണിക്കണ്ടേ? പക്വതയല്ലല്ലോ, ഉണ്ട ചോറിന് നന്ദി കാണിക്കണ്ടേ? അദ്ദേഹം ഉണ്ണുന്ന ഏത് ചോറ്? കൊലച്ചോറല്ലല്ലോ, കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ചോറല്ലേ ഉണ്ണുന്നേ. അതിനെങ്കിലും നന്ദി കാണണ്ടേ? സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടക്കുക, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു നിലപാടെന്ന് മാറി നടക്കുക എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ദോഷം ചെയ്യുമല്ലോ. എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് കോൺഗ്രസ്? അല്ല, അദ്ദേഹം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ധാരണയുണ്ട്. ഒരു രക്തസാക്ഷി പരിവേഷം നേടിയെടുത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു വീരപുരുഷനായി BJPയിലേക്ക് പോകാം. അത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനൊരു വീരപുരുഷനാക്കാൻ ഞങ്ങളും ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും പോകാം, ആരും തടഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാർഗ തടസ്സം ആരും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു വീരപരിവേഷം ചാർത്തി അദ്ദേഹം BJP പോകാമെന്ന് ഈ സ്വപ്നം വിചാരിക്കേണ്ട, ഈ ജന്മം വിചാരിക്കേണ്ട, സ്വപ്നത്തിൽ വിചാരിക്കേണ്ട.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.